കഴിഞ്ഞ 85 വർഷക്കാലമായി ഗുണമേന്മയും വിലക്കുറവും സെലക്ഷനും ഇഴനെയ്ത വർണ്ണവസ്ത്രങ്ങളാൽ സമൃദ്ധമാക്കിയ കേരള വസ്ത്രാലയം ഏറ്റവും പുതിയ ഫാഷൻ തുണിത്തരങ്ങളുമായി നിങ്ങളെ വരവേൽക്കുന്നു. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. മിണാലൂരിലെ ഹോട്ടലിൽ നൽകിയ നാരങ്ങയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ഹോട്ടലിൽ അക്രമം നടത്തുകയും ഉടമയുടെ പല്ലുകൾ അടിച്ചു പൊട്ടിക്കുകയും ചെയ്ത കേസിൽ 5 പേരെ വടക്കാഞ്ചേരി SHO VS മുരളീധരൻ അറസ്റ്റ് ചെയ്തു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 5 പേരെയും കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. എരുമപ്പെട്ടി, കരിയന്നൂർ, കള്ളിവളപ്പിൽ 23 വയസ്സുള്ള ഷിബിൽ, കരിയന്നൂർ കേളുമ്പാലത്ത് 33 വയസ്സുള്ള അലി അക്സർ, വെള്ളറക്കാട് ചെമ്പയിൽ 33 വയസ്സുള്ള ഷെഫീഖ്, കരിയന്നൂർ കേളുമ്പാലത്ത് 35 വയസ്സുള്ള ഷൗക്കത്ത്, കരിയന്നൂർ ചെമ്പ്രയിൽ 23 വയസ്സുള്ള ഇജാസ് എന്നിവരെയാണ് കുന്നംകുളം കോടതി റിമാൻഡ് ചെയ്തത്. മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രതികളെ റിമാൻഡ് ചെയ്യുകയായിരുന്നു. 5 പേരും ചികിത്സയിൽ കഴിയുന്നതിനാൽ തൽക്കാലം ജയിലിലേക്ക് മാറ്റിയിട്ടില്ല. ആശുപത്രിയിൽ പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം അക്രമം നടന്ന അത്താണിയിലെ സെലക്ട് ഹോട്ടലിൽ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ബുധനാഴ്ച വൈകിട്ട് സന്ദർശിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനറും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റുമായ സെലറ്റ് മുഹമ്മദിന്റെ മകന്റേതാണ് ഹോട്ടൽ. അക്രമങ്ങൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് DCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടു. DCC ഭാരവാഹികളായ K അജിത് കുമാർ, ജിജോ കുര്യൻ, NR സതീശൻ, സിജോ കടവിൽ, UDF നിയോജക മണ്ഡലം ചെയർമാൻ NA സാബു, ബ്ലോക്ക് പ്രസിഡന്റ് PG ജയദീപ്, അഡ്വക്കേറ്റ് ബിജു വർഗീസ്, ജെയ്സൺ മാസ്റ്റർ എന്നിവരോടൊപ്പമാണ് ജോസഫ് ടാജറ്റ് സംഭവസ്ഥലം സന്ദർശിച്ചത്.